ಮನಸ್ಸು ತಿರಿಯಾಗಿರಲಿ, ಮತವು ಯಾವುದೆಯಾಗಿರಲಿ, ಮಾನವರೆದೆಗಳು ಪ್ರೀತಿಯ ಬಳ್ಳಿ ಅರಳುವ ಹೂಗಳಾಗಿರಲಿ. ಒಗ್ಗಟ್ಟಿನ ಗುಡಿ ಕುಸುಮಿಸಲಿ, ಅರಿವಿನ ಪರಿಮಳ ಪಸರಿಸಲಿ. ಒಗ್ಗಟ್ಟಿನ ಗುಡಿ ಕುಸುಮಿಸಲಿ, അറിവിന പരിമള പസരിസലി. വേദിയിലും സദസ്സിലുമായിട്ടുള്ള എല്ലാവർക്കും വേണ്ടി യൂണിഫോമും അതുപോലെ സ്പോർട്സ് കിറ്റും നൽകുന്ന വിതരണം ചെയ്ത പരിപാടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കമർ അബ്ദുല്ല മെമ്മോറിയൽ ഫൗണ്ടേഷന്റെ പ്രസിഡന്റായിട്ടുള്ളത് ശ്രീ ഇബ്രാഹിം അവർകളാണ്. ഈ ട്രസ്റ്റിന്റെ പേരിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു വരികയാണ്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ വർഷം തോറും ചെയ്തു വരുന്നുണ്ട്. പല സ്കൂളുകൾക്കും കമ്പ്യൂട്ടർ, പ്രിന്റർ, അതുപോലെ കുട്ടികൾക്കുള്ള പഠനോപകരണവും അതുപോലെ തന്നെ കുട്ടികളുടെ പഠന ചെലവൊക്കെ ഈ ട്രസ്റ്റ് വഴി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇബ്രാഹിം അവർ നമ്മുടെ സ്കൂളിൽ കുട്ടികളെ കാണാൻ വരികയും ഈ കുട്ടികളുടെ അവസ്ഥകളൊക്കെ കാണുമ്പോൾ എന്നോട് ചോദിച്ചു, ഈ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന്. അപ്പൊ നമ്മൾ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ, നമ്മുടെ ആവശ്യങ്ങളുടെ നീണ്ട ലിസ്റ്റ് തന്നെ അവർക്ക് കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ ചെയ്തു തരാം, ബാക്കിയൊക്കെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു 2 മാസം മുമ്പ് നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു വിഭവസമൃദ്ധമായ നല്ല ഫുഡ് അദ്ദേഹത്തിന്റെ ട്രസ്റ്റ് നടത്തുകയുണ്ടായി. അത് 2ാം ഘട്ടമായിട്ടാണ് ഇന്നിവിടെ യൂണിഫോം വിതരണവും അതുപോലെ സ്പോർട്സ് കിറ്റ് വിതരണവും നടത്തുന്നത്. ഇനി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത് ഇനി ചെയ്യാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മളെ സ്കൂളിലേക്കുള്ള റോഡിന്റെ കാര്യമാണ്. അപ്പൊ അത് ചെയ്തു തരാനാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോ എനിക്കിപ്പോ നമ്മുടെ സ്കൂളിന് മാത്രമല്ല, എനിക്ക് പേഴ്സണലായിട്ട് അദ്ദേഹത്തിന്റെ ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട്. എന്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല ആഴ്ചക്കാരെയും നല്ല ഫൈനാൻഷ്യലായിട്ടും അല്ലാതെയുള്ള ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ആദ്യമായിട്ടാണ് ഗവൺമെന്റിന്റെ കീഴിൽ ഒരു സ്ഥാപനം 6 സ്കൂളുകൾ 6 പഞ്ചായത്തുകളിലായിട്ട് 2014 സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമുക്ക് നിലവിൽ 49 കുട്ടികളാണ് ഉള്ളത്. അതിൽ 40 കുട്ടികളാണ് റെഗുലറായിട്ട് കിട്ടുന്നത്. അപ്പോൾ 2 ടീച്ചർമാർ, 2 ആയമാർ, 2 ഡ്രൈവർ, തെറാപ്പിസ്റ്റ്, അതുപോലെ ഒരു കുട്ടി, പിന്നെ 8 ജീവനക്കാരാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ 13 വർഷക്കാലം പഞ്ചായത്തിന്റെയും കുടുംബശ്രീ മിഷന്റെയും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്നത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വർഷം 2024-25 അധ്യയന വർഷത്തോടുകൂടി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനും നമ്മുടെ സ്കൂളിലെ ഭാഗികമായി ഏറ്റെടുത്തിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. അതിന്റെ ഭാഗമായി സ്പെഷ്യൽ സ്കൂൾ എന്ന പേര് മാറ്റി മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്റർ MCRC ആയി എന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി പൂർണ്ണമായും നമുക്ക് MCRC എന്ന പേര് നമ്മുടെ സ്കൂളിന് നൽകാൻ പല സാങ്കേതിക പ്രോബ്ലം ഉള്ളത് കൊണ്ട് നമ്മൾ സ്പെഷ്യൽ സ്കൂൾ എന്ന് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇന്ന് എന്റെ കർത്തവ്യം ഈ പരിപാടിക്ക് സ്വാഗതം പറയുക എന്നതാണ്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ ഈ സ്കൂളിന്റെ ചെയർമാനുമായിട്ടുള്ള ശ്രീ സോമശേഖര JS അവർകളാണ്. അവർകളെ ഞാൻ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. അഷ്റഫ് അവർകളാണ്. അവർകളെയും ഞാൻ ഈ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അവർകളാണ് ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. അവർകളെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ಅವರ ನೇತೃತ್ವದಲ್ಲಿರುವಂತಹ ಕಮರ್ ಅಬ್ದುಲ್ಲಾ ಟ್ರಸ್ಟ್ ವತಿಯಿಂದ ಕೊಡುತ್ತಿರುವಂತಹ ಸಮವಸ್ತ್ರ ಒಂದು ವಿತರಿಸಿ ಕಾರ್ಯಕ್ರಮ ಉದ್ಘಾಟನೆ ಮಾಡಲಿಕ್ಕಿರುವಂತಹ ಆತ್ಮೀಯರಾದಂತಹ ನಮ್ಮ ಮಂಜೇಶ್ವರದ ಜನಕೀಯ ಶಾಸಕ, ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯಲ್ಲಿ ಹಲವಾರು ಚಾರಿಟಿ ಕಾರ್ಯಕ್ರಮಗಳಿಗೆ ನೇತೃತ್ವ ನೀಡುತ್ತಿರುವಂತಹ ಇವತ್ತಿನ ಈ ಸಮವಸ್ತ್ರ ವಿತರಣೆಯಲ್ಲಿ ಪ್ರಮುಖ ಪಾತ್ರವನ್ನು ವಹಿಸಿರುವ, ಅದರ ನೇತೃತ್ವ ವಹಿಸಿರುವಂತಹ ಆತ್ಮೀಯರಾದಂತಹ ನನ್ನ ಮಿತ್ರ
ಶ್ರೀ ಇಬ್ರಾಹಿಂ ಮುಂಡಿಕರ್ಕ ಅವರೇ, ಜಿಲ್ಲಾ ಪಂಚಾಯತ್ ಸದಸ್ಯ ಶ್ರೀ ನಾರಾಯಣ ನಾಯ್ಕ ಅವರೇ, ಈ ದೊಡ್ಡ ಒಂದು ಜಾಗ ಸಿಕ್ಕಿರುವ ಕಾರಣ ಸಮಾಧಾನವಾಗಿದೆ ಅಂತ ಹೇಳುವುದರಲ್ಲಿ ಸಂದೇಹ ಇಲ್ಲ. ನನಗೆ ಇಲ್ಲಿರುವ ಪ್ರತಿಯೊಬ್ಬರ ಮಕ್ಕಳ ಬಗ್ಗೆ ಕೂಡ ನನಗೆ ಗೊತ್ತು, ನೇರವಾಗಿ ಅವರಿಗೆ ನಾನು ಕೂಡ ಗೊತ್ತು. ನಾನು ಸದ್ಯದಲ್ಲಿ ಬೇಕಾದ್ರೆ ಇಲ್ಲಿ ಬಂದಂತ ಎಲ್ಲ ಮುಖ ನೋಡಿದ್ದೇನೆ. ಆದರೆ ನನಗೆ ನಾನು ಬರುವಂತ ಸಂದರ್ಭದಲ್ಲಿ ಒಂದು ಮುಖವನ್ನು ಕಾಣಲಿಕ್ಕೆ ಆಕಾಶವಿದೆ. ಇಲ್ಲಿ ಕೂತ ನಂತರ ನಾವು ಹುಡುಕ್ತಾ ಇದ್ದೇನೆ, ಕಾಣ್ತಾ ಇಲ್ಲ. ಮತ್ತೆ ಲಾಸ್ಟ್ಗೆ ಕಂಡೆ ಅಲ್ಲಿ ಆಕಾಶದಲ್ಲಿ ಯಾವ ಎಲ್ಲರನ್ನು ಒಟ್ಟಾಗಿ. ಅದೇ ರೀತಿ ಪದ್ಮರಾಜ ಈ ಶಾಲೆ ಪ್ರಾರಂಭ ಆದ ನಂತರ ಈಗಲೂ ಪದ್ಮರಾಜ ಅವರಿಗೆ ಒಂದು ವಿಷಯ. ಹಾಗೇನೇ ಅದರ ನಂತರ ಈಗಾಗಲೇ ಹಲವಾರು ಸಂಘಟನೆಗಳು ನಮಗೆ ಇಲ್ಲಿ ದಾನ ಮಾಡುವ ಮೂಲಕ ಈ ಸಂಸ್ಥೆಗೆ ತುಂಬಾ ಸಹಾಯ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಲ್ಯಾಪ್ಟಾಪ್ ಕೊಟ್ಟವರಿದ್ದಾರೆ, ಬ್ಯಾಗ್ ಕೊಟ್ಟವರಿದ್ದಾರೆ, ಅದೇ ರೀತಿ ಬೇರೆ ಬೇರೆ ರೀತಿಯಲ್ಲಿ ಕೆಲವರು ದುಡ್ಡಿನ ರೀತಿಯಲ್ಲಿ ಸಹಾಯ ಮಾಡಿದವರಿದ್ದಾರೆ, ಬೇರೆ ಬೇರೆ ರೀತಿಯಲ್ಲಿ ಇಲ್ಲಿ ಸಹಕಾರ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ನನ್ನ ಆಪ್ತರಾದ ಇಬ್ರಾಹಿಂ ಮುಂಡಿಕರ್ಕರ್ ಅವರು ಒಂದು ದಿವಸ ಕೇಳಿದರು, ಒಂದು ಭಕ್ಷ್ಯ ಶಾಲೆಗೆ ಭೇಟಿ ಕೊಡಬೇಕು ಅಂತ ಹೇಳಿ. ನಾವು ಜೊತೆಯಲ್ಲಿ ಹೋಗಿ ಭೇಟಿ ಕೊಡು ಅಂತ ಹೇಳಿದ್ದೆ. ಆದರೆ ಅವ್ರು ಬರೋ ದಿವಸ ನಾನು ಇರಲಿಲ್ಲ. ಬಹುಶಃ ಅವರು ಒಂದು ದಿವಸ ಬಂದು ಊಟದ ವ್ಯವಸ್ಥೆಯನ್ನು ಹೇಳಿದ್ರು. ಮತ್ತೆ ಅವರು ಕೇಳ್ತಾರೆ, ನಿಮಗೆ ಎಂತ ಬೇಕು ಹೇಳಿ, ಭಕ್ಷ್ಯ ಶಾಲೆಗೆ ಅಂತ ಹೇಳಿ. ನಾನು ಹೇಳಿದ್ದೆ, ಅಲ್ಲಿ ಪ್ರಿನ್ಸಿಪಾಲ್ ಅಲ್ಲಿ ಟೀಚರ್ಲಿ ಹೋಗಿ ಕೇಳಿ ಎಂತ ಬೇಕು ಅಂತ ಹೇಳಿ. ಆಗ ಯೂನಿಫಾರ್ಮ್ ಆಗಿರ್ತದೆ ಅವರು ನಿರ್ಮಾಣ ಮಾಡಿರುವಂಥದ್ದು. ಅದರ ಅಡಿಯಲ್ಲಿ ಇಲ್ಲಿಗೆ ಬರುವಂಥ ರಸ್ತೆಗೆ ಕೂಡ ಬಹುಶಃ ಇಂಟರ್ಲಾಕ್ ಕಾಂಕ್ರೀಟ್ ಮಾಡಿಕೊಡು ಅಂತೇಳಿ ಅವರು ಅವರಾಗಿ ಹೇಳಿದ್ದಾರೆ. ಅವರದ್ದು ಎಲ್ಲ ಕಡೆ ಅವರು ದಾನ ಧರ್ಮ ಮಾಡಿ ಅದೆಷ್ಟೋ ಮದುವೆ ಕಾರ್ಯಕ್ರಮಗಳಿಗೆ ಸಹಾಯ ಮಾಡುವುದು, ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಈ ಪುಸ್ತಕ ಕೊಡುವುದು, ಬ್ಯಾಗ್ ಕೊಡುವುದು, ಇಂಥ ಕಾರ್ಯಕ್ರಮ ಅವರ ಮನೆಯಲ್ಲೇ ನಡೆದಿದೆ. ನಾನು ಕೂಡ ಆ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸಿರುತ್ತೇನೆ. ಹಾಗಂತ ಒಂದು ಮನಸ್ಸು ಇರುವಂಥ ವ್ಯಕ್ತಿ ಶ್ರೀ ಇಬ್ರಾಹಿಂ ಮುಂಡಿಕರ್ಕ ಅವರು ಸಾಧಾರಣ ಇಲ್ಲಿಂದ ತಿರುವನಂತಪುರದವರಿಗೆ ಹೆಚ್ಚಿನ ದೊಡ್ಡ ದೊಡ್ಡ ಒಂದು ಸಂಪರ್ಕ ಇರುವಂಥ ವ್ಯಕ್ತಿ. ಅವರ ಮೂಲಕ ಈಗಾಗಲೇ ಸಮವಸ್ತ್ರ ವಿತರಿಸುವಂಥ ಒಂದು ಕಾರ್ಯಕ್ರಮ ನಡೆಯಲಿಕ್ಕಿದೆ. ಅದನ್ನು ಉದ್ಘಾಟನೆ ಅದೇ ರೀತಿ ಅದರ ವಿತರಣೆಯನ್ನು ನಮ್ಮ ಶಾಸಕರಾದಂಥ ಶ್ರೀ AK ಮಶರಫ್ ಅವರು ಮಾಡಲಿಕ್ಕಿದ್ದಾರೆ. ಇನ್ನು ಮುಂದೆ ಕೂಡ ಹಲವು ಸಂಘ ಸಂಸ್ಥೆಗಳಿರ್ಬೋದು, ಆ ಸಂಘ ಸಂಸ್ಥೆಗಳಿಂದ ಬೇಕಾದಂತಹ ಸವಲತ್ತುಗಳನ್ನು ಪಡೆಯಲಿಕ್ಕೆ ನಾವು ಖಂಡಿತವಾಗಿ ಪ್ರಯತ್ನಿಸ್ತೇವೆ ಹೇಳಿಕೊಂಡು ಈ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಔಪಚಾರಿಕವಾಗಿ ಉದ್ಘಾಟಿಸಬೇಕಾಗಿ ನಮ್ಮ ಶಾಸಕರಾದಂತಹ ಶ್ರೀ AK ಮಶರಫ್ ಅವರಲ್ಲಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇವೆ. ನಾವೆಲ್ಲರೂ 2011ರಲ್ಲಿ ಉಮ್ಮನ್ ಅವರನ್ನು ನೆನಪಿಸಲೇಬೇಕು. ಅಂದು ಭಕ್ಷ್ಯ ಶಾಲೆ ಆರಂಭವಾದ ಸಂದರ್ಭದಲ್ಲಿ ಅಂದಿನ ಅಧ್ಯಕ್ಷರಾದ ಸೋಮಶೇಖರ್ ಅವರ ನೇತೃತ್ವದಲ್ಲಿ ಧೈರ್ಯದಿಂದ ಈ ಒಂದು ಶಾಲೆಯನ್ನು ಆರಂಭ ಮಾಡಿದ್ದು ಮಾತ್ರವಲ್ಲ, ಪ್ರಾರಂಭದ ವರ್ಷಗಳಲ್ಲಿ ಪಂಚಾಯತ್ ಫಂಡ್ಗಳನ್ನು ನೀಡಿ ಈ ಶಾಲೆಯನ್ನು ಉಳಿಸಲಿಕ್ಕೂ ಬೆಳೆಸಲಿಕ್ಕೂ ಶ್ರಮ ಪಟ್ಟದ್ದು ಕೂಡ ನನ್ನ ನೆನಪಲ್ಲಿದೆ. ನಾನು ಕೂಡ ಸೋಮವಾರದಲ್ಲಿ ಕಲಿತಾ ಇದ್ದೆ. ಕಾಸರಗೋಡು ಡೆವಲಪ್ಮೆಂಟ್ ಪ್ಯಾಕೇಜ್ ಇಂದ ಕಟ್ಟಡ ಸಿಕ್ಕಿದಾಗ ಅವರು ಲೆಟರ್ ಕೊಟ್ಟು ನಾನು ಕೂಡ ಅದನ್ನು ಫಾಲೋ ಮಾಡ್ತಾ ಇದ್ದೆ. ನಮಗೆ ಶಾಲೆಯ ಇನ್ನೂ ಕೂಡ ನನ್ನ ಟೀಚರ್ ಜೊತೆ ಮಾತನಾಡುವ ಸಂದರ್ಭದಲ್ಲಿ ಈ ಮಕ್ಕಳ ಅವರ ಶೈಕ್ಷಣಿಕ ಯಶಸ್ಸಿಗೋಸ್ಕರ ನೂತನವಾದ ಯೋಜನೆಗಳನ್ನು ಕೈಗೊಳ್ಳಲಿಕ್ಕೆ ಇನ್ನೂ ಕೂಡ ಆಲೋಚನೆ ಮಾಡಬೇಕಾದ ಅವಶ್ಯಕತೆ ನಮ್ಮ ಮುಂದೆ ಇದೆ. ರಾಜಕೀಯ ಜೀವನದಲ್ಲಿರುವ ಸಂದರ್ಭದಲ್ಲಿ MLA ಆದ ನಂತರ ವಾರದಲ್ಲಿ ವಿಧಾನಸಭೆ 6 ದಿನಗಳಲ್ಲಿ ಮನೆಯಲ್ಲಿದ್ದರೆ ಬೆಳಗ್ಗೆ 8:30-9 ಗಂಟೆಗೆ ನನ್ನ ಕ್ಷೇತ್ರದ ಜನರು ಭೇಟಿ ಮಾಡಲಿಕ್ಕೆ ಬರುವ ಸಂದರ್ಭದಲ್ಲಿ ಇಂಥ ಮಕ್ಕಳಿಗೋಸ್ಕರ ಹೆಣ್ಮಗಡೆಯಲ್ಲಿ ಈ ಪ್ರದೇಶದಲ್ಲಿ ಈ ತರ ಒಂದು ಶಾಲೆ ಇದ್ರೂ ಕೂಡ ಮಂಜೇಶ್ವರ ಕೊರ್ಗಾಡಿ ಮೀಂಜ ಆ ಪರಿಸರದಲ್ಲಿ ಒಂದು ಶಾಲೆ ಆರಂಭಿಸಬೇಕು ಅಂತ ಎಷ್ಟೋ ಮನವಿಗಳು ನನ್ನ ಕೈಗೆ ಸೇರ್ತಾ ಇದೆ. ಸಾಧಾರಣ ಒಂದು ಶಾಲೆಯನ್ನು ನಡೆಸುವ ರೀತಿಯಲ್ಲಿ ಈ ಶಾಲೆಯನ್ನು ನಡೆಸಲಿಕ್ಕೂ ಕಷ್ಟ ಅಂತ ನಮಗೆಲ್ಲ ಬಲ್ಲ ವಿಷಯವಾಗಿದೆ. ಇಲ್ಲಿ ಎಷ್ಟೋ ರಕ್ಷಕರಿದ್ದಾರೆ, ಅವರ ತಾಯಂದಿರಿದ್ದಾರೆ. ನಾವೆಲ್ಲ ಭಾರತೀಯರು ಅಂತ ಹೇಳಿದ್ರೆ 95% ಭಾರತೀಯರು ಕೂಡ ನಾವೆಲ್ಲ ಹಿಂದೂಗಳಾದರೂ ಮುಸಲ್ಮಾನರಾದರೂ ಕ್ರೈಸ್ತರಾದರೂ ಕೂಡ ನಾವನ್ನು ದೇವರಲ್ಲಿ ನಂಬಿಕೆ ಇದೆ. ನಮ್ಮ ದಿನಚರಿ ಪ್ರಾರಂಭವಾಗುವುದೇ ಬೆಳಗ್ಗೆ ಅವರವರ ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥನೆಯನ್ನು ಮಾಡಿಕೊಂಡು ನಾವು ಮನೆಯಿಂದ ಹೊರಗಡೆ ಬರೋದು. ಈ ಮಕ್ಕಳನ್ನು ಕಾಣುವಾಗ ನಿಜಕ್ಕೂ ಈ ಮಕ್ಕಳಂತ ಹೇಳಿದ್ರೆ ಶಾರೀರಿಕವಾಗಿ ಅವರಿಗೆ ಯಾವುದೇ ಕೊರತೆಗಳಿದ್ರೂ ಕೂಡ ಈಗ ಎಲ್ಲ ರೀತಿಯ ಕೇರಳದಲ್ಲಿ ಒಂದು ಜಿಲ್ಲೆಯ ಕಲೆಕ್ಟರ್ ಕೂಡ
ಈ ತರ ಇರುವ ಮಕ್ಕಳಿಂದ ಬೆಳೆದು ಬಂದು IAS ಪಡೆದ ಒಬ್ಬ ಮಹಿಳೆಯ ಕಥೆಯನ್ನು ಕೂಡ ನಾವೆಲ್ಲ ಕೇಳಿದ್ದೇವೆ. ಅವರಿಗೆ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ನಾವು ಸಪೋರ್ಟ್ ಅನ್ನು ಕೊಟ್ಟರೆ ಖಂಡಿತವಾಗಿಯೂ ಅವರಿಗೂ ಪಂಚಾಯತ್ ಸೆಕ್ರೆಟರಿ ಆಗಿ ಬರ್ಬೋದು, ಅವರಿಗೂ ಇನ್ನದ ಮಟ್ಟಕ್ಕೆ ಬರ್ಬೋದು ಎಂಬುದು ನಾವು ಪ್ರತಿ ಘಟನೆಗಳಿಂದ ಪ್ರತಿ ಸಂದರ್ಭದಲ್ಲಿ ಕೂಡ ನಾವು ಕಣ್ಣಾರೆ ಕಾಣ್ತಾ ಇದ್ದೇವೆ. ಇಲ್ಲೂ ಕೂಡ ಈ ಮಕ್ಕಳಿಗೆ ಒಳ್ಳೆ ಆರೈಕೆಯನ್ನು ನೀಡಿ ಅವರ ಜೊತೆಯಲ್ಲಿ ಸೇರಿಸಿಕೊಂಡು ಅವರ ತಾಯಿಯ ತಂದೆಯ ಸಾಮೀಪ್ಯವನ್ನು ನೀಡಿಕೊಂಡು ಮೈಮೂನ ಟೀಚರ್ ಅವರ ನೇತೃತ್ವದಲ್ಲಿರುವ ಒಂದು ಟೀಚರ್ಸ್ ತಂಡವೇ ಇದೆ. ನಾನು ಗಮನಿಸ್ತಾ ಇದ್ದೆ ಕುರ್ಚಿಯ ಸಂದರ್ಭದಲ್ಲಿ ಒಂದೆರಡು ಮಕ್ಕಳು ಅವರದೇ ಆದ ರೀತಿಯಲ್ಲಿ ಅವರು ಕೂಗಿದ ಸಂದರ್ಭದಲ್ಲಿ ಅವರು ಓಡಿ ಬಂದು ಅವರನ್ನು ಆರೈಕೆ ಮಾಡುವ ರೀತಿಯನ್ನು ನೋಡುವಾಗ ಬಹಳ ಸಂತೋಷವಾಯಿತು. ಈ ಒಂದು MLA ಮನೆಯಲ್ಲಿ ಇಬ್ರಾಹಿಂ ಅವರು ನಾವೆಲ್ಲ ವಿದ್ಯಾರ್ಥಿ ಸಂಘಟನೆಯಲ್ಲಿ ಒಟ್ಟೊಟ್ಟಿಗೆ ಬೆಳೆದು ಬಂದವರು. ಅವರು ಒಳ್ಳೆ ಸಮಾಜ ಸೇವಕರು. ನನ್ನ ಟೀಚರ್ ಕೂಡ ಅವ್ರ ಮನೆಗೆ ಹೋದಾಗ ಅವರನ್ನು ಚೆಕ್ ಬರೀತಾ ಇತ್ತು. ಈ ಪ್ರದೇಶದ ಒಬ್ಬ ಮಹಿಳೆಗೆ ಕ್ಯಾನ್ಸರ್ ಮತ್ತು ಮದ್ದಿಗೆ ಹಣ ಕಷ್ಟವನ್ನು ಹೇಳಿದಾಗ ಅವರು ಹೇಳಿದ್ರು, 1 ವರ್ಷಕ್ಕೆ ನಾನು 12 ಚೆಕ್ ಅನ್ನು ಕೊಡ್ತೀನಿ, ಪ್ರತಿ ತಿಂಗಳ ಕೊನೆಯಲ್ಲಿ ಈ ಚೆಕ್ ಅನ್ನು ಹಾಕಿ ನಿಮ್ಮ ಮದ್ದಿಗೆ ಹಣ ಪಡೆಯಲಿ ಅಂತ ಹೇಳಿದ್ರು. ಆ ರೀತಿಯಲ್ಲಿ ಸಮಾಜದಲ್ಲಿ ಕಾಳಜಿಯುಳ್ಳ ಪವಿತ್ರವಾದ ನಮ್ಮ ದೇಶ ಅಂತ ಹೇಳಿದ್ರೆ ಭಾರತದಲ್ಲಿ ನಾವೆಲ್ಲ ಭಾಗ್ಯವಂತರು. ನಮಗೆ ಪ್ರತಿ ವರ್ಷದಲ್ಲಿ ಸಂಪೂರ್ಣವಾಗಿ ಹಬ್ಬಗಳು ಬರ್ತಾ ಇರ್ತವೆ. ಓಣಂ ಹಬ್ಬ, ದೀಪಾವಳಿ ಹಬ್ಬ, ಕ್ರಿಸ್ಮಸ್ ಹಬ್ಬ, ರಂಜಾನ್ ಬರುತ್ತೆ. 2 ದಿನ ಕಳೆದ್ರೆ ಜಗತ್ತಿನಾದ್ಯಂತ ಬಕ್ರೀದ್ ಹಬ್ಬವನ್ನು ಆಚರಣೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಎಲ್ಲ ಮಕ್ಕಳಿಗೂ ಇವತ್ತಿನ ಊಟದ ವ್ಯವಸ್ಥೆ ಕೂಡ ಇಬ್ರಾಹಿಂ ಅವರು ಮಾಡಿರುವುದು ಅಂತ ಹೇಳಿದ್ರೆ ಬಕ್ರೀದಿನ ಭಾಗವಾಗಿ ಮಕ್ಕಳ ಜೊತೆಯಲ್ಲಿ, ಟೀಚರ್ಸ್ ಜೊತೆಯಲ್ಲಿ, ಜನಪ್ರತಿನಿಧಿಗಳ ಜೊತೆಯಲ್ಲಿ ಬಕ್ರೀದಿನ ಒಂದು ಪೆರಿನಾರ್ ಊಟ ಅಂತ ಹೇಳಿ ಮಾಡಿದ್ದಾರೆ. ಎಲ್ಲ ಮಕ್ಕಳಿಗೂ ಪ್ರತಿಯೊಂದು ಹಬ್ಬ ಅಂತ ಹೇಳಿದ್ರೆ ಮನುಷ್ಯರನ್ನು ಪರಸ್ಪರ ಪ್ರೀತಿಸಲಿಕ್ಕೆ ಕಲಿಸುವಂತಹ ಹಬ್ಬಗಳು, ಮನುಷ್ಯರನ್ನು ಪರಸ್ಪರ ಧರ್ಮ, ಭಾಷೆ, ಜಾತಿ ಅಡ್ಡಗೋಡೆಗಳಿಲ್ಲದೆ ನಾವೆಲ್ಲರೂ ಮನುಷ್ಯರು ಎಂಬ ಸಂದೇಶವನ್ನು ನೀಡುವಂತಹ ಹಬ್ಬಗಳು. ಆ ಥರ ಒಂದು ಹಬ್ಬದಲ್ಲಿ ಬಕ್ರೀದ್ ಹಬ್ಬ ಕೂಡ ಬರ್ತಾ ಇದೆ. ಬಕ್ರೀದ್ ಹಬ್ಬದ ಅಡ್ವಾನ್ಸ್ ಆಗಿ ಎಲ್ಲರಿಗೂ ಹೃತ್ಪೂರ್ವಕವಾದ ಶುಭಾಶಯಗಳನ್ನು ಕೋರಿಕೊಂಡು ನಿಮ್ಮ ಜೊತೆಯಲ್ಲಿ ಸದಾ ಇದ್ದೇನೆ ಅಂತ ಮತ್ತೊಮ್ಮೆ ಹೇಳಿಕೊಂಡು ಈ ಒಂದು ಶುಭ ಕಾರ್ಯಕ್ರಮ ಪ್ರತ್ಯೇಕವಾಗಿ ನಮ್ಮ ಇಬ್ರಾಹಿಂ ಗುಂಡಗೇಕರ್ ಅವರ ತಾಮರ್ ಅಬ್ದುಲ್ಲಾ ಮೆಮೋರಿಯಲ್ ಫೌಂಡೇಶನ್ ಅವರು ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಈ ಒಂದು ಮಕ್ಕಳನ್ನು ಜೊತೆ ಸೇರಿಸಿಕೊಂಡು ಈ ಥರ ಒಂದು ಕಾರ್ಯವನ್ನು ಎತ್ತಿಕೊಂಡದಕ್ಕೆ ಅವರಿಗೆ ಪ್ರತ್ಯೇಕವಾದ ಕೃತಜ್ಞತೆಗಳನ್ನು ಈ ಕ್ಷೇತ್ರದ ಶಾಸಕಾಂಗದಲ್ಲಿ ಸಲ್ಲಿಸಿಕೊಂಡು ಎಲ್ಲರಿಗೂ ಶುಭವಾಗಲಿ. ಈ ಒಂದು ಶುಭ ಕಾರ್ಯಕ್ರಮ ಉದ್ಘಾಟನೆಯನ್ನು ನಿಮ್ಮೆಲ್ಲರ ಅನುಮತಿ ಮೇರೆಗೆ ಗೈದುದಾಗಿ ಘೋಷಣೆ ಮಾಡಿಕೊಳ್ಳಲು ಮಾತಿಗೆ ವಿರಾಮ. ಜೈ ಹಿಂದ್. ಒಂದು ವಿಶಿಷ್ಟವಾದ ಒಂದು ಕೊಡುಗೆ ಇದೆ. ಅದು ಅವರು ಇದನ್ನ ಬಲಗೈಯಲ್ಲಿ ಕೊಟ್ಟರೆ ಎಡಗೈಯಲ್ಲಿ ಗೊತ್ತಾಗಬಾರದು ಅನ್ನುವಂಥ ನಿಟ್ಟಿನಲ್ಲಿ ಯಾವುದೇ ಪ್ರಚಾರವನ್ನು ಬಯಸದಿದ್ದರೂ ಕೂಡ ಇದು ಒಂದು ಶ್ಲಾಘನೀಯ ಕೆಲಸ ಅನ್ನುವಂಥದ್ದಕ್ಕೆ ಎರಡು ಮಾತಿಲ್ಲ. എനിക്ക് സംസാരിക്കുവാനുള്ളത് ഈ കുട്ടികളുടെ രക്ഷിതാക്കളോടാണ്. കാരണം നിങ്ങൾ ഈ ലോകത്ത് വലിയ ഭാഗ്യം സിദ്ധിച്ചവർ തന്നെയാണ്. രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് ഈ കാണുന്ന കുട്ടികൾ ഒരിക്കലും അവർക്ക് കഴിവില്ലാത്ത കുട്ടികളല്ല. അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ കാണുമ്പോൾ നമ്മെ പോലെ ആയിരിക്കില്ല അവർ. നമുക്കുണ്ടായ കഴിവുകൾ അവർക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമുക്കില്ലാത്ത ഒരുപാട് കഴിവുകൾ അവർക്കുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് അവരിൽ എന്താണോ ഉള്ള കഴിവുകൾ ആ കഴിവുകളെ നമ്മൾ കണ്ടെത്തുക. എന്നിട്ട് നമ്മൾ ആ കഴിവിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് അവരെ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും രക്ഷിതാക്കളായ നിങ്ങളുടെ ചുമതലയും കടപ്പാടും കർത്തവ്യവും. അതോടൊപ്പം ഈ സ്കൂളിലെ ടീച്ചേഴ്സും രക്ഷിതാക്കളോടൊപ്പം കൈകോർത്ത് നിന്നാൽ തീർച്ചയായിട്ടും ഒരുപാട് തീരുമാനം കൊണ്ട് ലോകത്തിൻ്റെ ശാസ്ത്രജ്ഞനെ ലഭിച്ചു. ഒരുപക്ഷെ നമ്മളാണെങ്കിൽ ചെയ്യുന്നത് നേരെ ബോംബെക്ക് പോയിക്കോ, ഹോട്ടൽ പണിയെടുത്തോ, സ്കൂളിൽ പോണ്ട എന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് ഉമ്മമാരെ, ഈ കാണുന്ന കുട്ടികളുടെ ഭാവി നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കണം. നിങ്ങളാണ്
ഈ കുട്ടിയെ നിങ്ങൾക്ക് ചിരിയാക്കാൻ പറ്റും, നന്നാക്കാനും പറ്റും. ഈ കുട്ടികളുടെ നരകവും നിങ്ങളാണ്, ഈ കുട്ടികളുടെ സ്വർഗവും നിങ്ങളാണ്. ഈ കുട്ടികൾക്ക് നിങ്ങൾ ഏത് കൊടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഈ കുട്ടികൾ നേരത്തെ ഞാൻ മോനിയെ കുറിച്ച് പറഞ്ഞല്ലോ, അയക്കുന്നാളെ സ്വാധീനമില്ലാത്തൊരു മനുഷ്യൻ. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ വായിച്ചാൽ വിജ്ഞാനങ്ങളുടെ പ്രവാഹങ്ങളുടെ ഒരു പ്രവാഹം തന്നെയാണ് മോനി. 100-ലധികം ഏക്കർ സ്ഥലത്ത് അദ്ദേഹം കൃഷി സ്വന്തം ഓൺ ഫോം അദ്ദേഹത്തിനുണ്ട്. എല്ലാ സ്പോർട്സ് വാഹനങ്ങളും ഓടിക്കുന്നുണ്ട്. ആ മോനിയെയും സംരക്ഷിച്ചത്, വളർത്തിയത്, പഠിപ്പിച്ചത്, വലുതാക്കിയത് നിങ്ങളെപ്പോലെയുള്ള ഉമ്മമാരാണ്. എന്തുകൊണ്ട് ഒരു മോനിയുടെ ഉമ്മ നിങ്ങൾക്കാവാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് തോമസ് ആൽവാ എഡിസനെ പോലുള്ള ഒരു ഉമ്മയെ പോലെ നിങ്ങൾക്കാവാൻ സാധിക്കുന്നില്ല? നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ഈ കുട്ടികൾ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട, ഇത് നിങ്ങളുടെ മാത്രം കുട്ടികളല്ല. ഈ നാട്ടിലെ ജനപ്രതിനിധികളുടെ കുട്ടികളാണ്, സർക്കാരിന്റെ കുട്ടികളാണ്, ഞങ്ങളുടെയും കുട്ടികളാണ്. നിങ്ങൾക്ക് എന്ത് പ്രയാസം വന്നാലും ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾക്ക് കഴിയുന്ന സഹായം തീർച്ചയായിട്ടും എല്ലാ രീതിയിലും മെമ്മോറിയൽ ഫൗണ്ടേഷൻ ട്രസ്റ്റിനോടുള്ള നന്ദി കടപ്പാട് രേഖപ്പെടുത്തുന്നു. പരിപാടികളുടെ എല്ലാവർക്കും മാതൃകയാണ്. നമ്മളും ഇതുപോലെ എല്ലാ കുട്ടികൾക്കും അവർക്ക് വേണ്ട എല്ലാ സഹായവും വേണ്ട ചെയ്തു കൊടുത്ത് നമുക്ക് അവർക്ക് കഴിവിനെ പ്രോത്സാഹിപ്പിച്ച് ആശംസിക്കുന്നു. അതോടൊപ്പം ഞാൻ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് നമുക്ക് വേണ്ടി അധ്യക്ഷസ്ഥാനം വഹിച്ച നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സോമശേഖർ സാർ